സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൂന്തൽ മസാല ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ കണവ എന്നും പറയാറുണ്ട്. ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുക എന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ തല വലിച്ചു കളയാം. അതിനുശേഷം ഇതിൻ്റെ പുറത്തുള്ള തോല് എടുത്തു മാറ്റാം. ഇങ്ങനെ തോല് വലിച്ചു മാറ്റിയ ശേഷം മുറിച്ച് അതിൻ്റെ ഉൾവശം വൃത്തിയാക്കിയെടുക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത മഷി ഉണ്ടാകും. ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി ഇതിനു വേണ്ട സാധനങ്ങൾ ഓരോന്നായി പറയാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 5-8 ചെറിയ ചുവന്നുള്ളിയും 5-6 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 തക്കാളിയുമാണ്. പിന്നെ ഒരു പൊടി നാരങ്ങ കൂടി വേണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ്. പൊടികളെല്ലാം ചട്ടിയിലിട്ട് അതിലേക്ക് വൃത്തിയാക്കി വെച്ച കൂന്തളുമിട്ട് ഒന്ന് ചേർത്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് ഒന്ന് ചതക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മസാല ചേർത്ത് വെച്ച കൂന്തൽ പരത്തി കൊടുക്കാം. കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് മൂടി വയ്ക്കുന്നതാണ് നല്ലത്.
പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് മൂടി ചെറുതായി പൊന്തിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കഴിയുന്നതും മൂടി ചെറുതായി മൂടി പൊന്തിച്ച് അതിൻ്റെ ഇടയിലൂടെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇത് കൂന്തലൊന്ന് നല്ലതുപോലെ ആയി വന്നാൽ അതിലേക്ക് പകുതി സവാള മുറിച്ചതിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു ചെറിയ ക്യാപ്സിക്കം മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കിയ ശേഷം എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ഇട്ട് ഇളക്കിയെടുക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.